അമേരിക്കൻ വിസയ്ക്കായി ഒരു ഇന്ത്യൻ കുടുംബം ഒന്നിലധികം തവണ അപേക്ഷ സമർപ്പിച്ചിട്ടും കിട്ടാത്തത് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. രേഖകൾ കൃത്യമായിരുന്നിട്ടും തുടർച്ചയായി റിജക്ഷൻ നേരിടുന്നുവെന്നാണ് റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ മാതാപിതാക്കൾക്ക് 4 തവണ US വിസ നിഷേധിച്ചുവെന്നും എന്താണ് നമ്മുടെ ഭാഗത്തെ തെറ്റെന്നും എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടോ എന്നും ചോദിച്ചാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിൽ പങ്കുവച്ച പോസ്റ്റിന്റെ മലയാളം പരിഭാഷ ഇങ്ങനെയാണ്: എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ ചില ഉപദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ US B1 B2 വിസ ഇപ്പോൾ 4ാമത്തെ തവണയും 214B വകുപ്പ് പ്രകാരം നിരസിക്കപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങളോളം കാത്തിരുന്നിട്ടും അവരുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തിയിട്ടും ഇന്ത്യയിൽ അവർക്ക് ശക്തമായ കുടുംബ സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒന്നും ഫലിക്കുന്നില്ല. 2017 എന്നെ സന്ദർശിക്കാനും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനുമായിരുന്നു ആദ്യ ശ്രമം. അത് നിരസിക്കപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് ശേഷം 2ാം തവണ അപേക്ഷിച്ചപ്പോഴും എൻ്റെ ഗ്രാജുവേഷൻ ചടങ്ങിനായി 2018 3ാം തവണ ശ്രമിച്ചപ്പോഴും ഫലം പഴയത് തന്നെയായിരുന്നു. ഏകദേശം 8 വർഷം കാത്തിരുന്ന ശേഷമാണ് 2026 ഞങ്ങൾ 4ാം തവണ അപേക്ഷിച്ചത്. ഈ സമയത്തിനുള്ളിൽ തങ്ങളുടെ പ്രൊഫൈല് മെച്ചപ്പെടുത്താൻ അവർ ആത്മാർത്ഥമായി ശ്രമിച്ചു. കാനഡ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുകയും മികച്ച ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. നിരസിക്കപ്പെട്ട ഉടനെ വീണ്ടും അപേക്ഷിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്, മറിച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ ആവശ്യമായ സമയമെടുത്തു. എന്നിട്ടും ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ വിസ ഓഫീസർ വെറും 2 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. എൻ്റെ മകൾ എത്ര കാലമായി US-ലുണ്ട് എന്നതിനും ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നതിനും അവർ മറുപടി നൽകി. ഉടൻ തന്നെ ഓഫീസർ 214B നിരസിക്കൽ രേഖ കൈമാറി. അവരുടെ ജോലി, സാമ്പത്തികം അല്ലെങ്കിൽ നാട്ടിലെ മറ്റ് ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എൻ്റെ അച്ഛന് ഇന്ത്യയിൽ സ്വന്തമായി കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ട്. അമ്മ വീട്ടമ്മയാണ്. 94 വയസ്സുള്ള എൻ്റെ മുത്തച്ഛൻ്റെ സംരക്ഷണവും ബാങ്ക് ഉദ്യോഗസ്ഥനായ അനിയന്റെ സാന്നിധ്യവും ഉൾപ്പെടെ വലിയ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നാട്ടിലുണ്ട്. അവർ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണ്. എന്നെ കാണാനും കുറഞ്ഞ കാലം അവിടെ ചിലവഴിക്കാനും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ 2016 മുതൽ വർക്ക് വിസയിൽ US-ലുള്ളതും അച്ഛൻ്റെ സഹോദരി അവിടെ ഗ്രീൻ കാർഡ് ഹോൾഡർ ആയതും തിരിച്ചടിയായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2017-18 കാലഘട്ടത്തെ അപേക്ഷിച്ച് പ്രൊഫൈൽ മെച്ചപ്പെട്ടിട്ടും നാട്ടിലെ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കേണ്ടത് നിരാശപ്പെടുത്തുന്നതാണ്. പ്രൊഫൈൽ എത്ര മെച്ചപ്പെടുത്തിയാലും പഴയ നിരസിക്കലുകളും US-ലെ കുടുംബ ബന്ധങ്ങളും വെച്ചാണോ അവരും ഇപ്പോഴും വിലയിരുത്തുന്നതെന്നും ഈ ഘട്ടത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നും എനിക്ക് അറിയണം. വീണ്ടും അപേക്ഷിക്കുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ, അതോ മറ്റൊരു നിരസിക്കലിലേക്ക് മാത്രമാണോ നയിക്കുക? സമാനമായ സാഹചര്യത്തിൽ 3-4 തവണ നിരസിക്കപ്പെട്ട ശേഷം വിസ ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും ഒരു തവണ സന്ദർശിക്കാൻ പോലും അവർക്ക് അനുവാദം ലഭിക്കാത്തതിൽ വലിയ പ്രയാസമുണ്ട്. നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ചുരുക്കിയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി പേർ തങ്ങളുടെ അഭിപ്രായം പങ്കുവെച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളിപ്പോൾ US പൗരത്വം ലഭിക്കുന്നതിന് അടുത്താണെങ്കിൽ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴി. മാതാപിതാക്കളുടെ US യാത്രാ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുവെന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം. ഇപ്പോൾ 4 തവണ അപേക്ഷ നിരസിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അവർക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത 0 അതിനടുത്തോ ആണ്. അതുകൊണ്ട് അപേക്ഷാ ഫീസിനായി വെറുതെ പണം കളയരുതെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. സമാന അനുഭവം നേരിട്ടവരും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മാതാപിതാക്കളുടെ അപേക്ഷയും 3 തവണ നിരസിക്കപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കളിൽ ഒരാളുടെ സഹോദരന് ഗ്രീൻ കാർഡ് ഉള്ളതായിരുന്നു അതിന് കാരണമെന്ന് ഞാൻ കരുതുന്നു. US-ൽ ഒന്നിലധികം കുടുംബ ബന്ധങ്ങൾ ഉള്ളത് സ്വന്തം നാട്ടിലേക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ തെളിയിക്കുന്നത് കൂടുതൽ പ്രയാസകരമാക്കും, അദ്ദേഹം പറഞ്ഞു. കൂടാതെ മറ്റൊരു വഴിയും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിലായിരുന്ന ഒരാൾ ചെയ്ത രീതി എനിക്കറിയാം. അദ്ദേഹം ആദ്യം ഒരു രക്ഷിതാവിന് വേണ്ടി മാത്രം അപേക്ഷിച്ചു. വിസ ലഭിച്ച ആൾ US സന്ദർശിച്ച് തിരികെ വന്നു. അതിനുശേഷം 2ാമത്തെയാൾ അപേക്ഷിക്കുകയും വിസ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഓരോരുത്തർക്കുമായി അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഗ്രീൻ കാർഡുള്ള സഹോദരൻ ഇല്ലാത്ത രക്ഷിതാവിന് വേണ്ടി ആദ്യം അപേക്ഷിക്കുന്നത് നന്നായിരിക്കും, കമന്റിൽ വിശദമാക്കി. ഗ്ലോബൽ സമയത്തിന്റെ പ്രേക്ഷകരായ നിങ്ങൾക്കും ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.